ഇപ്പോൾ KCB പറയാണ്ട് ഈവനിങ് ആകുമ്പം EV ചാർജ് ചെയ്യരുത്, ഹോം അപ്ലയൻസസ് ഓഫ് ചെയ്യണം, ഹെവി കൺസപ്ഷനുള്ള ഹോം അപ്ലയൻസസ് ഓഫ് ചെയ്യണം. അപ്പം നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസിന് വെച്ച് നോക്കുകയാണെങ്കിൽ വിത്തിൻ 1 hour 30 യൂണിറ്റ്സ് 60 യൂണിറ്റ്സ് ഒക്കെയാണ് ഒരു അവറിൽ തന്നെ പമ്പ് ചെയ്യുന്നത്. സോ ഗ്രിഡ് ബാലൻസിങ് എന്ന് പറയുന്നത് നടക്കണമെന്നില്ലല്ലോ ആ ടൈമിൽ. സോ KCB സപ്പോർട്ടിങ് ആണോ ഫോർ ദീസ് മെനി ചാർജ് സ്റ്റേഷൻസ് ടു കം അപ്പ്? I mean, KCB always supporting ആണ്. I mean, it's a nation's need അല്ലേ, അതല്ലാതെ ഒരു KCBയുടെ നീഡല്ല. So what is KCB? KCB who is competent to give the power for the need. അതിനു വേണ്ടിയാണ് KCB എന്ന് പറയുന്ന ഒരു ബോർഡ് തന്നെ. ഞാൻ ചോദിച്ചത് ഇപ്പോൾ അവർ സബ്സിഡൈസ്ഡ് റേറ്റിനാണല്ലോ ഇപ്പം പെർ യൂണിറ്റ് തരുന്നത് നമുക്ക് ഫോർ ചാർജിങ് സ്റ്റേഷൻസ്. സോ അത് ഈ EV വന്നു കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫ്രം 5 rupees ആണ് സ്റ്റാർട്ട് ചെയ്തത് പെർ യൂണിറ്റ്. നൗ ഇറ്റ്സ് റീച്ച്ഡ് അറൗണ്ട് 21 rupees. ടാറ്റയുടെ ടാറ്റ പവറിന്റെ 21 rupees ആണ് പെർ യൂണിറ്റ് റേറ്റ് വരുന്നത്. സോ പണ്ട് CNG ഇതുപോലെയായിരുന്നു. CNG 40 രൂപയ്ക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ 85 രൂപയിലാണ് നിൽക്കുന്നത്. അന്ന് CNG എടുത്തോളം ഭയങ്കര ലാഭമാണ് എന്ന് പറഞ്ഞത്. അതേപോലൊരു സിറ്റുവേഷനിൽ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്ക് ഇത് വരുമോ? I mean, price wise the price will go higher. പക്ഷേ പവർ അവൈലബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്കിപ്പോൾ കേരളത്തിൽ പവർ അവൈലബിലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നത് തെറ്റായ ധാരണയാട്ടോ. നമ്മൾ ഇതെല്ലാം സെൻട്രൽ ഗ്രിഡായിട്ട് കണക്റ്റഡ് ആണ്. ഇഫ് ദർ ഈസ് എ ഷോർട്ടേജ് ഇൻ പവർ, ഡെഫിനറ്റ്ലി വി ടേക്ക് ദ പവർ ഫ്രം ദ നിയർ സ്റ്റേറ്റ്സ് ലൈക്ക് തമിഴ്നാടിൽ നിന്നും കർണാടകയിൽ നിന്നും സെൻട്രൽ ഗ്രിഡിൽ നിന്നൊക്കെ വേറെ ദ പവർ ഈസ് അവൈലബിൾ. ബട്ട് ദ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു മണിക്കൂറിനുള്ളിൽ 30 കിലോവാട്ടോ 60 കിലോവാട്ടോ നമ്മളൊരു വണ്ടിയിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ദ ഡിമാൻഡ് ഈസ് ഗോയിങ് വെരി ഹയർ. ഇപ്പോൾ ഇമാജിൻ ഒരു 10 വണ്ടികൾ ഒരേ സമയത്ത് 60 കിലോവാട്ട് വലിക്കുമ്പോൾ 600 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. അപ്പോൾ അതിനുള്ള ഇൻഫ്ര KCBക്ക് ഉണ്ടോ എന്നുള്ളതാണ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ വാട്ട് KCB ഹാസ് ടു ഡു, അവരുടെ KCB എന്നുള്ളതല്ല, ഇന്ത്യയിലെ എല്ലായിടത്തും ഇലക്ട്രിസിറ്റി ബോർഡുകൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് ഡിമാൻഡിനനുസരിച്ച് വലുതാക്കേണ്ടത്. That will come up. സോ ദാറ്റ് ഈസ് ഓൾറെഡി KCB ഡൂയിങ്. KCBയുടെ പല പ്രോഗ്രാമുകളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് KCB അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രൈസ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 30-32% കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, ബാക്കി എല്ലാം കാശ് കൊടുത്തു. അപ്പോൾ ഡിപ്പെൻഡ്സ്, ബൈയിങ് റേറ്റിനനുസരിച്ചിട്ട് ദേ ഹാവ് ടു ഗോ അപ്പ്. സെർട്ടൺ ലൊക്കേഷൻസിൽ KCB വളരെയധികം സബ്സിഡൈസ് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പോളിസീസൊക്കെ വെച്ചിട്ട് നമ്മുടെ കൃഷിക്കും മറ്റ് വ്യവസായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇന്നാൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ വി ഹാവ് ടു ബിൽഡ് ദ സർട്ടൺ ഇൻഫ്രാസ്ട്രക്ചർ ടു ഗെറ്റ് സഫിഷ്യൻറ്റ് പവർ. സോ ആ ഒരു ചേഞ്ച് വന്നേ പറ്റൂ, അതല്ലെങ്കിൽ ദർ വിൽ ബി ഷോ. ഞങ്ങളുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്ഫോമർ ഇല്ലാതെ കൊടുത്തിട്ടുള്ള സ്റ്റേഷനുകളിൽ നമ്മൾക്ക് പലപ്പോഴും പവർ ഫ്ലക്ച്വേഷൻ വന്ന് വണ്ടികൾ ഓട്ടോ കട്ട് ഓഫ് ആവുന്നുണ്ട്. സോ അത് നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതിൻ്റെ ഇൻഫ്ര ഗവൺമെൻറ് തന്നെ ബിൽഡ് ചെയ്യണം. ഓക്കെ. KCBയുടെ ചാർജിങ് സ്റ്റേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ അടുത്തൊരു കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് നെക്സോൺ EV ആയിരുന്നു നമ്മുടെ കോഴിക്കോട് ബീച്ചിലുണ്ടായിരുന്ന സ്റ്റേഷൻ. സോ അവിടെ കണ്ടെന്ന് വെച്ചാൽ അവിടെ 4-5 30 കിലോവാട്ടിൻ്റെ സ്റ്റേഷൻസ് ഉണ്ട്. ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ട് 60 കിലോവാട്ടിൻ്റെ. അതിൽ ഒരു പ്ലഗ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, CCS2 എന്ന് പറയുന്ന പ്ലഗ്. ബാക്കിയെല്ലാം പഴയ ചാഡമോ അല്ലെങ്കിൽ GBT ഗൺസ് അങ്ങനത്തെ പ്ലഗ്സ് ആണ്. അപ്പം ഇതേ സെയിം ഇഷ്യൂ വൈറ്റിലുണ്ടെന്നും എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വന്നു. ഫൈറ്റിലെയും ഇതേ ഇഷ്യൂ ആണുള്ളത് KCBയുടെ. അപ്പം ഇത് ഓരോ ടൈമിലും ചേഞ്ച് ആവുന്നതല്ലേ? ലൈക്ക് 5 വർഷം മുമ്പത്തെ ഗണ്ണല്ല ഇപ്പോൾ, 2 വർഷം കഴിയുമ്പോൾ വീണ്ടും മാറും. ഇപ്പോൾ എന്തോ CCS2 എന്നാണ് പറയുന്ന ഗണ്ണാണെന്ന് കേട്ടു. അപ്പം നെക്സ്റ്റ് അത് മാറും. അപ്പം ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻസ് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് ഓൺ ദാറ്റ്? ഇപ്പോൾ KCB എന്ന് പറയുന്നത് ദാറ്റ് വാസ് നോട്ട് എ കോൾ മെയ്ഡ് ബൈ KCBയുടെ കോളായിരുന്നില്ല. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചാർജേഴ്സാണ് KCB പ്രൊക്യൂർ ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അപ്പോൾ അന്ന് ലോകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് അവൈലബിൾ ആയിരുന്നോ എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ആശയത്തിലാണ് അവരത് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ നോംസ് എല്ലാം കൊടുത്തിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ GBT ആയാലും ഷെഡമോ ആയാലും, വൺ ഈസ് എ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്, വൺ ഈസ് എ ചൈനീസ് സ്റ്റാൻഡേർഡ്, തന്നെ CCS എന്ന് പറയുന്നത്. ഇനി വരുന്ന യുഗങ്ങളിൽ വരുന്ന വണ്ടികൾക്കെല്ലാം തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഈവൻ ടെസ്ല ഓൾറെഡി ചേഞ്ച് ടു CCS2. ഗോയിസി ഈ ഒരു ഗെയിമിലേക്ക് വന്ന സമയത്ത് ഗോയിസി അറിയാൻ ശ്രമിച്ചത് ഇതേ കാര്യമാണ്, എന്താണ് ഇനി കോമൺ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പോകുന്ന ഒരു ചാർജർ കണക്ടർ എന്നുള്ളത്. സോ വെൻ വി ഡൺ ദ സ്റ്റഡി വി അണ്ടർസ്റ്റുഡ് all is going to be CCS2 എന്നുള്ളത്. അതുകൊണ്ട് ഗോയിസിയുടെ എല്ലാ ചാർജിങ് സ്റ്റേഷൻസിലും CCS2 കണക്ടേഴ്സ് ആണ് ഫാസ്റ്റ് ചാർജിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്ലോ ചാർജിങ്ങിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ 3-pin പ്ലഗ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3.3 കിലോവാട്ട്.
ഓക്കെ. ഈ അടുത്ത ചാർജിങ് സ്റ്റേഷൻസിൻ്റെ ലൊക്കേഷൻസിൻ്റെ ഒരു ഡൗട്ടാണ്. അതും KCBയുടെ കുറ്റം പറയുന്നതല്ല, ബട്ട് KCBയുടെ ചാർജിങ് സ്റ്റേഷൻസ് മിക്കതും ഏതെങ്കിലും മലയുടെ അടുത്ത്, അല്ലെങ്കിൽ അതായത് മെയിൻലി അവരുടെ സബ്സ്റ്റേഷൻ്റെ അടുത്താണ് വരുന്നത്. കാരണം അവർ അതിൻ്റേതായ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് നോക്കിയിട്ടായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഒരു കാട്ടിലൊരു ചാർജിങ് സ്റ്റേഷനിൽ വണ്ടിയും കുത്തിയിട്ട് അവിടെ ഇരിക്കാമെന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. സോ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലുലു മോളിലുണ്ട്, ട്രിവാൻഡ്രം ലുലു മോളിലുണ്ട്, പിന്നെ ഹോട്ടൽസിലുണ്ട്. സോ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചത് എന്താണ്? കാരണം നിങ്ങൾക്കും കുറച്ചുകൂടെ എന്താ പറയുക, റെൻറ്റ് കുറച്ച് കുറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ കുറച്ച് ലാൻഡ് കിട്ടുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നോക്കാമായിരുന്നല്ലോ. ബട്ട് ഈവൻ ട്രയൽ ആയില്ലെങ്കിൽ ബെറ്റാണെങ്കിൽ പോലും യു ചോസ് വെരി എക്സ്പെൻസീവ് പ്ലേസസ് ഇനിഷ്യലി. ലുലുവിലായിരുന്നില്ല, വി സ്റ്റാർട്ടഡ് ഫ്രം ഒബ്രോൺ മാൾ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെല്ലാം ഹൈ റെന്റലുള്ള ലൊക്കേഷൻസ് ആണ്. സോ അവിടെ തുടങ്ങിയതിന്റെ എന്തായിരുന്നു? KCBയുടെ ഇപ്പോൾ KCBയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന കേട്ടോ, KCBക്ക് ബേസിക്കലി ഇത് അലോക്കേറ്റ് ചെയ്ത ഫണ്ടുകൾ പ്രകാരമാണ് KCB വർക്ക് ചെയ്തത്. സോ KCB സ്വന്തമായി ലാൻഡ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള നോം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. എനിക്ക് എൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. സ്വാഭാവികമായിട്ടും KCBക്ക് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് കുറയ്ക്കാനും ഏറ്റവും നിയറസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റേഷനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് KCB. സോ ഇറ്റ്സ് എ പബ്ലിക് സർവീസ് ബേസിക്കലി, അല്ലേ? അവർക്കും അറിയില്ല നാളെ എന്താവും എന്നുള്ളത്. പക്ഷേ നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടു ബിൽഡ് എ ബ്രാൻഡ് യു ഓൾവേസ് ഹാസ് ടു ഗിവ് എ ബെറ്റർ ആൻഡ് ബെസ്റ്റ് റേറ്റ് ആൻഡ് ദ ക്വാളിറ്റി സർവീസ്. ഈ EV ചാർജ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ 40 to 45 മിനിറ്റ്സ് മിനിമം ഇവർ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഈ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അവർക്കൊന്ന് റിഫ്രഷ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാവുന്ന ഐഡിയൽ ആയിട്ടുള്ള സ്പോട്ടുകളാണ് ആൾക്കാർ ചൂസ് ചെയ്യുക. ദർ ഓൺലി ദ ബിസിനസ് വിൽ ഹാപ്പൻ. അപ്പോൾ അതിനെ എത്രമാത്രം ഫെസിലിറ്റൈസ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത്രയും ഫെസിലിറ്റൈസ് ചെയ്തിട്ടുള്ള ലൊക്കേഷനുകളിലാണ് കമ്പനി ഓൺ ചെയ്യുന്ന ചാർജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സേവനമാണല്ലോ. അൾട്ടിമേറ്റ്ലി ഒരു ചാർജർ വിറ്റ് അതൊന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ബിസിനസ്സൊന്നും ഓവർ ഹെഡ് പോലും മീറ്റ് ചെയ്യില്ല. ഒരു റെക്കറിങ് റവന്യൂ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയി നടക്കുന്നത് എത്രമാത്രം വെഹിക്കിൾസ് വന്ന് ചാർജ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു റിലാക്സിങ് പോയിന്റ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായി. അതുകൊണ്ട് വി ആർ ക്വൈറ്റ് അഡമൻറ്റ്. എൻറ്റയർ ലുലു ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് വി ആർ Yeah, we already have a station in Lucknow, Hyderabad. Now much more, around 15 numbers of stations are coming up with Lulu. Great. So, charging stations in the business model പറ്റി സാർ പറഞ്ഞു കമ്പനി ഓൺഡ് എന്ന് പറഞ്ഞു. സോ വാട്ട് ഓൾ അതർ മോഡൽസ് യു ഹാവ്? there are basically two models of business we are doing. One എന്ന് പറയുന്നത് ഫോക്കോ ആണ്, ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ്. ഫോക്കോയിലേക്ക് നമ്മൾ എത്താൻ കുറച്ച് സമയം എടുത്തു. കാരണം വി ഹാവ് ടു ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മൾ ചാർജിങ് സ്റ്റേഷൻ ഇട്ട് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താലേ നമ്മളെ ആൾക്കാർ വിശ്വസിക്കും. അങ്ങനെ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചത് കൊണ്ട് അവർക്ക് സ്വന്തമായി ചാർജിങ് സ്റ്റേഷൻ തുടങ്ങണമെന്ന് നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മൾ ടേൺ കീ പ്രൊജക്റ്റ് ആയിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുന്നു. ആ പേരിൽ തന്നെ ഉണ്ട് ഫോക്കോ എന്ന് പറയുമ്പോൾ ഫ്രാഞ്ചൈസി ഓൺഡ് എന്ന് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ഓൺ ചെയ്യുന്നു എന്ന് മാത്രം, ഓപ്പറേറ്റ് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വം കമ്പനിക്കാണ്. അതിൻ്റെ സേഫ്റ്റിയും അതിൻ്റെ നോംസും സ്റ്റാറ്റ്യൂട്ടറി സർവീസ്, കസ്റ്റമർ കെയർ, പ്രൊമോഷൻസ്, മാർക്കറ്റിംഗ്, യു ടേക്ക് എനി നെയിം, ഇറ്റ്സ് ഓൾ ബീൻ ഡൺ ബൈ കമ്പനി. നിങ്ങൾക്ക് മാസാവസാനം ആകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് മാൻലെസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ആൾക്കാരൊന്നും അവിടെ ഫിസിക്കലി ആവശ്യമില്ല. പിന്നത്തെ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് കോക്കോ ആണ്, വിച്ച് ഈസ് കമ്പനി ഓൺ കമ്പനി ഓപ്പറേറ്റഡ്. കമ്പനി പ്രായമായിട്ടുള്ള ലൊക്കേഷൻസ് കോൺട്രാക്റ്റ് പ്രകാരം സൈൻ ചെയ്യുന്നു. ഓൺ സർട്ടൻ ലീസ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റ്സ്. അതിൽ കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പുറമെ ഞങ്ങൾ പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 2 yearsആയി പലവർക്കും ഈ ഒരു പൊട്ടൻഷ്യൽ ബിസിനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. അവർക്കെന്നാൽ ഐഡിയൽ ആയിട്ടുള്ള ലാൻഡ് ഉണ്ടാവില്ല. ചിലവർക്ക് വല്ല മൂന്നാർ എസ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല തീരദേശ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അവിടെയൊന്നും നമുക്ക് അത്ര ക്രൗഡിനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. റെഗുലർ ആയിട്ടുള്ള റവന്യൂ വിൽ നോട്ട് ബി ഹാപ്പി. ജനങ്ങൾ യാത്ര ചെയ്യുമ്പോഴല്ലേ ചാർജ് ചെയ്യുള്ളൂ. അങ്ങനെ പലവരും ഇതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് അവർക്ക് സ്വന്തമായി ഓൺ ചെയ്യാൻ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളൊരു മൂന്നാമത്തെ ഒരു മോഡൽ ഓഫ് ബിസിനസ് കൊണ്ടുവന്നത്. കമ്പനി ഓൺ ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻസ് പീപ്പിൾ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഇറ്റ്. ഓക്കെ, ലൈക്ക് യു ഓൾറെഡി മെൻ്റലി പ്രിപ്പയർഡ് ടു സ്റ്റാർട്ട് എ ചാർജിങ് സ്റ്റേഷൻ. ഇമാജിൻ നിങ്ങൾ നോക്കി വന്നപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് അധികം EV ട്രാഫിക് എന്നുള്ള സ്ഥലമല്ല. ഇപ്പോൾ എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റവന്യൂ വേണം, ഇതിനോട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ കൺസേണിൽ കമ്പനി ഓൺ ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾക്ക് അതേ കോസ്റ്റിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. അപ്പോൾ കമ്പനി തന്നെ റൺ ചെയ്യണം,
കമ്പനി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തരാനും ഉത്തരവാദിയാണ്. സോ